പിന്നെ ഈ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയത് രാവിലെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 ആയിട്ടോ. അപ്പം നേരിട്ട് ഇറങ്ങിയപ്പോഴാണ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുക്ക് കുത്തുന്ന വെയിലാണ്. അമ്മാതിരി വെയിലാണ്. സൗദിത്തെ വെയിൽ ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മാതിരി വെയിൽ നീക്കാരെ. അങ്ങനെ അത് 11 റിയാലിൻ്റെ കടയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ 5 റിയാലും 11 റിയാലും എന്ത് സാധനം കിടക്കാനെങ്കിൽ എല്ലാ സാധനത്തിനും സെയിം റേറ്റ് ആട്ടോ, വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം അവിടെ പോയിട്ടുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പുറലോകമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉൾഭാഗമാണ് കയറി കഴിഞ്ഞാൽ ഉൾലോകം വേറെ ലെവലാണ്. അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് കേക്കും സാധനമൊക്കെ വാങ്ങി, കുറച്ച് മുട്ടായും പലഹാരവും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി തിന്നാനുള്ള പരിപാടിയാണ്. ഇപ്പോഴാകുമ്പോൾ ചെറിയ പൈസക്ക് സാധനം കിട്ടും, നല്ല നല്ല ചോക്ലേറ്റ് ഉണ്ടാവും, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. 1-2 ഐറ്റംസ് അല്ല, കണ്ടമാന ഐറ്റംസും നല്ല ടേസ്റ്റി സാധനങ്ങളാണ്, വാരി വലിച്ച് തിന്നാം. അങ്ങനെ അത് തിന്നാൻ വേണ്ടിയിട്ടോ ഓഫീസിലേക്ക് വാങ്ങിക്കൊണ്ടുപോയതോട്ടെ. ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി നടക്കണ്ടേ. അങ്ങനെ അതിൽ കുറച്ച് ബിസ്ക്കറ്റൊക്കെ തിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കായപ്പോൾ കുറച്ച് ബിരിയാണി അങ്ങോട്ട് അടിച്ചു. ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ബീഫ് ബിരിയാണി ആട്ടോ. ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ തൈരും കൂട്ടി നല്ല അടിയാണി അടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടുത്തെ ബീഫ് ബിരിയാണി നാട്ടിലത്തെ മാതിരില്ല, വിലൻ്റെ കാര്യത്തിൽ കുറച്ച് കത്തിയാണെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. അതാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരെ എന്ത് ചെയ്തു, അൽഫാം അടിച്ചു വെച്ച് നേരെ അങ്ങോട്ട് കയറി. ഇവിടെ പാകിസ്ഥാനിലെ കട കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് കയറിയിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇനി സാധനം അങ്ങോട്ട് അൽഫാം ആയിട്ട് പോയിരുന്നു. അൽഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അൽഫാമാണ്. കാരണം വലിയ അൽഫാം കേട്ടോ. പിന്നെ റിയാൽ കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. വലിപ്പം ഇപ്പം ഒരു പൗതി കോഴി ഇതുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഏതായാലും തിന്നിട്ട് തീർന്നില്ല. പിന്നെ കുബൂസ് അടിച്ചിട്ട് കുറേ കാലമായി കഴിച്ചിട്ടാണ് കുബൂസ് വാങ്ങിയത് കേട്ടോ. കുബൂസ് ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ നമുക്കൊരു സുഖമാണ്. പക്ഷേ ആ തക്കാളി സോസിൽ അങ്ങോട്ട് കൂട്ടി മാനസൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് കുറച്ച് ഒരു വെറൈറ്റി ഒരു പൊടിയുണ്ട്. ഈ പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ഇടല്. പക്ഷേ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് വലിയൊരു റാത്തായിട്ടില്ല ആ പൊടി. പക്ഷേ അൽഫാം എനിക്ക് അടിച്ച് പൊളിച്ച് തിന്നാൻ കഴിഞ്ഞിട്ടോ. അത് നല്ലോണം വാരി വലിച്ചൊക്കെ തന്നെ. പേപ്പറിലും ഒന്നും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി അങ്ങോട്ട് ബാക്കിയാവില്ല. അമ്മ അത് തീറ്റീക്കരം. ഇത് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ആരി വലിച്ച് തിന്നുമല്ലോ, പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. പൊടി ഞാൻ തട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും